നമ്മുടെ പൂച്ചക്കുട്ടന്മാർക്കുള്ള മീൻ വന്നിട്ടുണ്ട് കേട്ടോ. ഇതേ രാവിലെ തന്നെ അതിൻ്റെ കണ്ടോ കൊണ്ടുവന്നപ്പോൾ തന്നെ തലയൊക്കെ മുറിച്ച് അവർക്ക് കൊടുത്തു. കാരണം ഇന്നലെ വൈകുന്നേരത്തോടുകൂടി മീനൊക്കെ തീർന്നിട്ടുണ്ടായിരുന്നു കണ്ടോ. അപ്പോൾ തല മാത്രം ആദ്യം മുറിച്ച് കൊടുത്തു. ഇത്രയും മീൻ ഫുള്ളും ഇത് മുഴുവനും പൂച്ചകൾക്ക് മാത്രം കേട്ടോ. ഞാനോ പ്രേംജോണ്ട് ഇതൊന്നൊരു കഷ്ണം പോലും കഴിക്കില്ല. ഇത് മൊത്തം അവർക്കാണ്. ഒന്നാമത്തെ ഇപ്പോൾ ചെറിയ ചാളയ്ക്കൊരു ടേസ്റ്റും ഇല്ല. എന്നും ചാള വലുതാവാണ്ട് എന്നും ചെറിയ ചാളയായിട്ട് തന്നെ ഇരിക്കുകയാണ്. അപ്പോൾ അതെന്തോ ഒരു കുഴപ്പമുണ്ട്. എന്തായാലും ടേസ്റ്റൊന്നും ഇല്ല, ഞങ്ങൾ കഴിക്കാറുമില്ല. മീൻ കഴിക്കില്ല എന്നല്ല, ഇത് പൂച്ചകൾക്ക് വേണ്ടി വാങ്ങിച്ചത് ഞങ്ങളിപ്പോൾ എടുക്കണില്ല. മുഴുവനും അവർക്ക് വേണ്ടി മാത്രമാണ്. അപ്പോൾ തലയെല്ലാം മുറിച്ച് ആദ്യമേ കൊടുക്കും. എന്നിട്ട് ആ ഒരു ഡോഗും വരുന്നുണ്ടല്ലോ, അവൾക്കും കൊടുക്കും. ബാക്കിയുള്ളതൊക്കെ ഒരുവിധം നന്നാക്കി ചെതുമ്പലൊക്കെ കളഞ്ഞ് മുറിച്ച് പല പല ബോക്സുകളിലാക്കി, ഞാൻ ബോക്സുകളിലാക്കുമ്പോൾ നിങ്ങളെ കാണിച്ചു തരാം, എടുത്ത് വയ്ക്കും. എന്നിട്ട് അവർക്ക് ചോറിൻ്റെ ഒപ്പമാണ് കൊടുക്കുന്നത്. അങ്ങനെ പച്ചയ്ക്ക് കൊടുക്കുന്നത് അത്ര നല്ലതുമല്ല, വേവിച്ചിട്ട് ചോറിൻ്റെ ഒപ്പം കൊടുക്കും. അങ്ങനെയാണ് കേട്ടോ കൊടുക്കുന്നത്. ഒരു വീഡിയോയിൽ ഒരാൾ ചോദിച്ചിരുന്നു കൊടുക്കുന്നത് കാണിച്ചില്ലല്ലോ എന്ന്. ഞാൻ കുറേ വീഡിയോകളിൽ കാണിച്ചിട്ടുണ്ട് കേട്ടോ, എപ്പോഴും കൊടുക്കുന്നത്. മീനുകളൊക്കെ കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട് കേട്ടോ. ഇത് ഏകദേശം ഒരു 3/4 മണിക്കൂർ എടുത്തു കേട്ടോ. ഇത്രയും മീനുകളില്ലേ കണ്ടോ. തല വേറെ കഴുകി വൃത്തിയാക്കി പൂച്ചയ്ക്കും പട്ടിക്കും ഒക്കെ കൊടുക്കും. അത് ആദ്യമേ തന്നെ കൊടുക്കും. ഈ ചാളയാണ് ഞാൻ ഇതുപോലെ പഴയ ബോക്സുകളിലാക്കി വെക്കും. എന്നിട്ട് കുറേശ്ശെ എടുത്ത് ചോറിൻ്റെ ഒപ്പം കൂട്ടി അവർക്ക് കൊടുക്കും കേട്ടോ. ഇതേ അവിടെ കാത്തിരിക്കേണ്ട കുറച്ച് പേര്. ഞാൻ ആദ്യമേ കുറച്ച് കൊടുത്തു, എന്നാലും അവിടെ ഇരിക്കുന്നുണ്ട്. ഇങ്ങനെയൊക്കെ കൊടുക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും എനിക്ക് വട്ടായിരിക്കുമെന്ന്. ഇതെന്താ ഇങ്ങനെയൊക്കെ ചെയ്യണ, തലയ്ക്ക് വട്ടുണ്ടോ എന്ന് വിചാരിക്കും. പക്ഷേ എത്രയോ ആൾക്കാർ ലഹരി ഉപയോഗിച്ച് മദ്യപാനം സിഗരറ്റ് വലിച്ചൊക്കെ പൈസ വെറുതെ കളയണു അല്ലേ. അപ്പം ഞാനപ്പോൾ എൻ്റെ ആവശ്യങ്ങളൊക്കെ ഒന്ന് കുറച്ചിട്ടാണ് ഈ മൃഗങ്ങൾക്കൊക്കെ ഭക്ഷണം കൊടുക്കുന്നത്. അതിലെനിക്ക് നല്ലൊരു സന്തോഷമാണ്. കള്ളും കുടിച്ച് മറ്റുള്ളവരെ ഉപദ്രവിക്കുന്നതിനേക്കാൾ എത്രയോ നല്ലതാണ് നമ്മുടെ കയ്യിലെ രൂപ വെച്ചിട്ട് ഇതുപോലെ പാവം മൃഗങ്ങൾക്കൊക്കെ ഭക്ഷണം കൊടുക്കുന്നത്. മനുഷ്യർക്ക് കൊടുക്കാൻ ധാരാളം ആൾക്കാരുണ്ട്, മൃഗങ്ങൾക്കാണ് ആരും കൊടുക്കാത്തത്. വിശപ്പ് എല്ലാവർക്കും ഒരുപോലെയാണ്, മനുഷ്യർക്കും മൃഗങ്ങൾക്കും എല്ലാവർക്കും. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇതിൽ വളരെ സന്തോഷമാണ് അനുഭവിക്കുന്നത്. അല്ലാതെ അയ്യോ നിനക്ക് വട്ടാണോ എന്ന് ചോദിക്കുന്നവരോട് പറയാനുള്ള ഉത്തരം ഇതാ മാത്രമാണ് കേട്ടോ.